ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ AK ജയശ്രീയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? എങ്ങനെയാണ് ഇത് തലച്ചോറിനെ ബാധിക്കുന്നത്? ഇത് ഒരു അമീബ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അമീബയെ കുറിച്ച് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു വകഭേദമാണ്. അതില് 2-3 ടൈപ്പ്, ഒരു 4-5 ടൈപ്പുകൾ അമീബകളാണ് ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത്. മസ്തിഷ്ക ജ്വരം എന്ന് നമ്മൾ പേര് കേൾക്കുന്ന പോലെ തന്നെ തലച്ചോറിനെയാണ് ഇത് ബാധിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെ പോലെ ഉള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഇതിനെ കാണിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത് നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്ന ഒരു അമീബ, അതുപോലെ അക്കാന്ത് അമീബ, വെർമ അമീബ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അമീബകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്നത്. അപ്പൊ അത് ഈ കുളങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ കിണറിലെ വെള്ളത്തിലും ടാങ്കിലും അതുപോലെ ഇപ്പൊ പൈപ്പിലെ വെള്ളത്തിൽ പോലും അത് ഉണ്ടായിട്ട് ഈ അസുഖം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ, ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണോ ഈ ഒരു അണുബാധ പ്രധാനമായി ഉണ്ടാകാൻ സാധ്യത? തീർച്ചയായിട്ടും അഴുക്ക് വെള്ളത്തിലാണ്, എന്ന് വെച്ചാൽ മറ്റ് ബാക്ടീരിയകളും ഒക്കെ ഉള്ള അഴുക്കായിട്ടുള്ള മലിനജലത്തിലാണ് തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അവിടെ മാത്രമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ മാത്രമല്ല എന്നുള്ളതാണ്. എന്നാലും കൂടുതലായിട്ട് കാണുന്നത് മലിനജലത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ വീട്ടിലെ വെള്ളത്തിൽ നിന്നും വരില്ല നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഈ അമീബ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്കിത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത് മൂക്കിലൂടെയാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ ഏതൊരു രോഗമാണെങ്കിലും അത് എങ്ങനെയാണ് നമ്മുടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അറിഞ്ഞാലാണ് നമുക്കതിനെ നിയന്ത്രിക്കാൻ എളുപ്പമാകുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ശരീരത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്ന മൂക്കിനകത്തു കൂടി വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതാണ് ഒരു കാര്യം. വേറൊന്നുള്ളത്, ഇപ്പൊ നമ്മൾ പൈപ്പിൽ കുളിച്ചാലും ഒക്കെ ചിലപ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറും. ചെറിയ കുട്ടികളുടെ ഇപ്പൊ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്, മൂക്കിലേക്ക് വെള്ളം ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചില അസുഖങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ മൂക്കിനകത്തൂടെ വെള്ളം ഒഴിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ എപ്പോഴൊക്കെയാണോ നമ്മൾ മൂക്കിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറുന്നത്, അത് തലച്ചോറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിനിടയിലുള്ള ഒരു ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരത്തിൽ കൂടെ മൂക്കിനകത്ത് വെള്ളം കയറിയത് അത് തലച്ചോറിലേക്ക് എത്തും. അങ്ങനെയാണിത് ഈ അസുഖമായിട്ട് മാറുന്നത്. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും അത് മൂക്കിൽ വെള്ളം കയറാതെ നോക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നീന്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഈ വെള്ളം എല്ലാം തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പൊ നീന്തൽ കുളങ്ങളാണെങ്കിലും അത് ക്ലോറിനേറ്റ് ചെയ്ത് രോഗാണുക്കൾ ഇല്ലാത്ത തരത്തിലാക്കി വെക്കണം. അതുപോലെ ഏത് വെള്ളം, നമ്മുടെ ടാങ്കുകളാണെങ്കിലും ഏത് കുടിവെള്ളമാണെങ്കിലും എല്ലാ വെള്ളവും നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ചാൽ ഈ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയുന്നു. അതുപോലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് എപ്പോഴും മൂക്കിനകത്ത് വെള്ളം കയറാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുളത്തിലൊക്കെ നീന്താൻ പോകുന്നവർ നമ്മൾ നേസൽ പ്ലഗ് എന്ന് പറയും, മൂക്ക് അടച്ചു വെക്കാനുള്ള അത് ഉപയോഗിക്കണം. അതല്ലെങ്കിൽ നമ്മൾ തല പൊക്കി പിടിച്ചിട്ട് മൂക്കിനകത്തേക്ക് വെള്ളം കയറാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അണുക്കൾ പിന്നെ വെള്ളത്തിൽ ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ വെള്ളത്തില് നമ്മുടെ മൂക്കിലൂടെ തലച്ചോറിൽ എത്താതിരിക്കാനും നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ, നമുക്ക് എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആളുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ മൂക്കിൽ വെള്ളം കയറാതെ നോക്കുക എന്നുള്ളതാണ്. നീന്താൻ പോവുകയാണെങ്കിൽ മൂക്ക് അടച്ചു വെക്കുക, അല്ലെങ്കിൽ തല പൊക്കി പിടിച്ചിട്ട് അകത്തേക്ക് വെള്ളം കയറാതെ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ കുളിക്കുന്ന സമയത്തും ചിലരിങ്ങനെ ഒരുപാട് മൂക്കൊക്കെ ചീറ്റി വലിച്ച് മൂക്കിലേക്ക് ഉള്ളിലേക്ക് വെള്ളം കയറാതെ നോക്കുക. പിന്നെ കഴിയുന്നത് മൂക്കിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുള്ള ചികിത്സകൾ ഈ ഒരു ഘട്ടത്തിലെങ്കിലും നമ്മൾ അത് ചെയ്യാതിരിക്കുക. പിന്നെ കുട്ടികളൊക്കെ ഈ കളിക്കുന്ന സമയത്ത് ഈ ഹോസൊക്കെ വെറുതെ ഇങ്ങനെ വെള്ളം ചീറ്റി കളിക്കുമല്ലോ, മുഖത്തോട്ടൊക്കെ വെള്ളം ചീറ്റി കളിക്കും. അപ്പൊ അതൊക്കെ മൂക്കിനകത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം ശുദ്ധീകരിച്ചതാണോ,
ശുദ്ധീകരിക്കാനുള്ള ഒരു ബാധ്യത നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അതിപ്പോൾ നമ്മുടെ കുളങ്ങളാണെങ്കിലും കിണറുകളാണെങ്കിലും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്ത് അതിൽ അണുക്കൾ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കാനും നമുക്ക് സാധിക്കുമല്ലോ. അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ പ്രധാനമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് അതുപോലെ തന്നെ മനസ്സിലാക്കണം. സാധാരണ മസ്തിഷ്കത്തെ ബാധിക്കുന്ന പനികൾ പോലെയുള്ള മസ്തിഷ്ക ജ്വരം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ പനി, തലവേദന, ചിലപ്പോൾ ഛർദി ഉണ്ടാവും. അതുപോലെ തന്നെ തലച്ചോറായതുകൊണ്ട് നമ്മുടെ ബോധം മറഞ്ഞു പോകാൻ ഉള്ള സാധ്യതയുണ്ട്. ജന്നി വരും, ചിലർക്ക് ജന്നി വരും. പിന്നെ കഴുത്തൊക്കെ ഇങ്ങനെ ഒരുമാതിരി റിജിഡായിട്ട് ഇങ്ങനെ പിടിച്ചതുപോലെ നിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണം കണ്ടാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ആശുപത്രികളില് ഇതിന് വേണ്ടുന്ന എല്ലാ പ്രിപ്പറേഷനും ഉണ്ട്. ഇപ്പോൾ അതിന് ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു പ്രോട്ടോകോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള രോഗികൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പരിശോധനകൾ ചെയ്യും. ആ പരിശോധന ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സ തുടങ്ങാനും പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് മൂക്കിൽ വെള്ളം കയറാതെ നോക്കുക, അതുപോലെ വെള്ളം ശുദ്ധീകരിക്കുക, ഈ അവയർനെസ് എല്ലാവർക്കും കൊടുക്കുക, അതുപോലെ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇത്രയുമാണ് നമുക്ക് ചെയ്യാവുന്നത്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അബ്ദുൽ ഖാദർ ആണ്, എറണാകുളത്ത് നിന്ന്. അബ്ദുൽ ഖാദർ ഡോക്ടറോട് ചോദിച്ചോളൂ. അബ്ദുൽ ഖാദർ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ഡോക്ടറെ ഞാൻ എറണാകുളത്ത് വിളിക്കുന്നത്. എനിക്ക് സംശയം എന്താ വെച്ചാൽ ഈ വയറ്റിൽ കംപ്ലൈന്റ് ആക്കുന്ന അമീബ ഉണ്ടല്ലോ, അത് തന്നെയാണോ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത് അറിയാനോ? ശരിക്കും കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? കേൾക്കുന്നുണ്ടായില്ല. എന്താണ് ചോദിച്ചത്? അബ്ദുൽ ഖാദർ, ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടി ചോദിക്കാമോ? വയറിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന അമീബ. ഹലോ, എന്താണ് വയറിലുണ്ടാകുന്ന അമീബ വയറിന് കംപ്ലൈന്റ് ഉണ്ടാക്കണോ? ഡോക്ടർ, പ്രേക്ഷകന്റെ സംശയം വൈറൽ കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന അമീബ തന്നെയാണോ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത് എന്നാണ്. ഓക്കെ, അതല്ല കേട്ടോ, അതല്ല. ഇതിന്റെ പേര് വേറെയാണ്. മറ്റേത് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്നൊക്കെ പറഞ്ഞാണ് വൈറൽ അസുഖം ഉണ്ടാക്കുന്നത്. ഇത് നെഗ്ലേറിയ ഫൗളറി എന്ന് പറയുന്നത്, പിന്നെ അക്കാൻതമീബ, വെർമബീബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ വെറൈറ്റികളാണ്. വൈറൽ അസുഖം ഉണ്ടാക്കുന്ന അമീബ അല്ല ഇത്. ആ വിഭാഗത്തിൽ പെടുന്നതാണെന്നേ ഉള്ളൂ. ഇത് വേറെ അമീബകളാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം സൂചന കണ്ടാൽ നമ്മൾ ഉടൻ ചികിത്സ തേടേണ്ടതുണ്ട്? അതാണ് പനി, തലവേദന, ഛർദി. ഇങ്ങനെയുള്ള ഛർദി തന്നെ വളരെ ഇങ്ങനെ തലച്ചോറിനെ ബാധിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് ശക്തിയായിട്ടുള്ള ഛർദി ആയിരിക്കും ചിലപ്പോൾ. പിന്നെ അതുപോലെ ബോധം മറയുമല്ലോ, തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ജന്നി വരും ചിലപ്പോൾ. പിന്നെ പനിയും കടുത്ത തലവേദനയും. ഇത് വളരെ പെട്ടെന്നാണ് ഇത് സീരിയസ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. സീരിയസ് ആകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ എല്ലാ ആശുപത്രിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രോട്ടോകോൾ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മസ്തിഷ്കത്തിന് ചുറ്റുമുള്ള ഈ ദ്രാവകം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, അത് കുത്തിയെടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ അമീബയെ കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി സ്ഥിരീകരിക്കുന്ന ടെസ്റ്റുകളുണ്ട്, PCR ടെസ്റ്റ് പോലെയുള്ളത്. അത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബിൽ അതും ചെയ്യുന്നതാണ്. അപ്പൊ അത് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ചികിത്സയ്ക്കുള്ള ഒരു പ്രോട്ടോകോളും. ഇപ്പൊ ഇത്തരം അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ടെസ്റ്റ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ രോഗലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സിക്കാനായിട്ടുള്ള പ്രോട്ടോകോളും ഉണ്ട്. അപ്പൊ അതിനുള്ള മരുന്നുകളൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പേരും ഇത് ചികിത്സിച്ച് സുഖമാകുന്നത്. ഇപ്പൊ ലോകത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 90%, 95% ഈ അസുഖം വന്ന് മരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തില് അത്രയൊന്നുമില്ല. കേരളത്തില് 23% പേര് മാത്രമാണ് മരിച്ച് കണ്ടിട്ടുള്ളത്. അതിനുള്ള കാരണം തന്നെ ഇതാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ അത് ഡോക്ടർമാരും ആശുപത്രിയൊക്കെ അതിന് സജ്ജമായിട്ടുണ്ട്. അപ്പൊ ആ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചികിത്സ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഇത് പരിശോധന നടത്തും. പരിശോധന നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് ചികിത്സയെക്കുറിച്ചുള്ള ബോധ്യം വരികയും അതിനുള്ള ചികിത്സ എടുക്കുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മരണങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചുപേര് മരിച്ചിട്ടുള്ളവര് പലരും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റ് അസുഖങ്ങളും കൂടി ഉള്ളവരായിരുന്നു എന്നാണ് കാണുന്നത്. പ്രമേഹം, പ്രഷർ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളും കൂടി ഉള്ളവരാണ് കൂടുതൽ ഇത് വന്ന് മരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ചില ടൈപ്പുകളും വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പൊ നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്നതാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുന്ന തരത്തിലുള്ള അസുഖം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് വന്നാലാണ് കൂടുതൽ മരണസാധ്യത ഉള്ളത്. എങ്കിൽ പോലും ഈ അമീബ ബാധിച്ച, നെഗ്ലേറിയ അമീബ ബാധിച്ചവരിൽ പോലും കേരളത്തിൽ മരണം കുറവാണ് എന്നുള്ളതാണ്. പിന്നെയുള്ളത് അക്കാന്തമീബ പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചികിത്സിക്കാൻ കുറച്ചും കൂടെ സമയം കിട്ടും. അത് ശരീരത്തിന്റെ ഉള്ളിൽ ഇത് കുറെ കാലം ഉണ്ടായിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നശിക്കുമ്പോഴാണ് ഇത് അസുഖമായിട്ട് വരുന്നത്. അപ്പൊ ആ സമയം അതിന് നമുക്ക് കുറച്ചും കൂടി സാവധാനത്തിൽ ചികിത്സിക്കാൻ പറ്റും. ഇപ്പം മറ്റേതാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള ടൈപ്പ് ആണെങ്കിലും അത് കുട്ടികളിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ വന്നാൽ അത് കൂടുതൽ സിവിയർ ആണ്. അതിനും നമുക്ക് മരുന്നുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ മരുന്ന് അപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചികിത്സിച്ചു തുടങ്ങി അങ്ങനെയാണ് കാണുന്നത്. നേരത്തെ ചികിത്സിച്ചു തുടങ്ങുന്നവർക്കാണ് മരണം ഇല്ലാതിരിക്കുന്നത്. താമസിച്ചു പോയാലാണ് മരണം ഉണ്ടാകുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് അഭിഷേകാണ്. അഭിഷേക് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. ഡോക്ടർ, ഞാൻ സ്ഥിരമായിട്ട് ഈ കുളത്തിലൊക്കെ കുളിക്കാൻ പോകാറുണ്ട്. അപ്പോ കഴിഞ്ഞൊരു 3 മാസം മുന്നെയാണ് ലാസ്റ്റ് കുളിച്ചത്. അപ്പൊ ഇപ്പോ തലയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറെ പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ ഇതെന്തെങ്കിലും ലക്ഷണമാണോ? അത് കുളിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ, ഇപ്പൊ ജലദോഷം ഇതിന്റെ ഒരു ലക്ഷണമല്ല. ജലദോഷം നമ്മൾ തണുപ്പടിക്കുമ്പോഴൊക്കെ വരുന്നതാണല്ലോ. പനി, നല്ല പനിയും തലവേദനയും, ഇതിന്റെ കൂടെ തലവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി കാണേണ്ടതുള്ളൂ. അതുപോലെ നമുക്ക് തന്നെ അറിയാം, സാധാരണ വരുന്ന പനി പോലെയല്ലല്ലോ, വളരെ കടുത്ത പനിയും തലവേദനയും അങ്ങനെയൊക്കെ വന്നാലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ കുളത്തിൽ കുളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുളങ്ങൾ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ളതാണോ? അങ്ങനെയുള്ള കുളങ്ങളിൽ പോയി കുളിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ നീന്തുമ്പോൾ തന്നെ മൂക്കടച്ചു പിടിക്കുക, അല്ലെങ്കിൽ അതിൽ ഒരു പ്ലഗ് പോലെ വെക്കാനുള്ള സാധനങ്ങളുണ്ട്, അത് വെക്കുക. മൂക്കിനകത്ത് വെള്ളം കയറുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കുളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രോഗലക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ പനിയും തലവേദനയും ഛർദിയും പിന്നെ ബോധത്തിന് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നു, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോകാം. അതെല്ലാം നമ്മൾ വെറുതെ ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ കുളിച്ചത് കൊണ്ട് വരും അങ്ങനെയൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നെ വരാതെ, മൂക്കിൽ വെള്ളം കയറാതെ നമ്മൾ നോക്കുക എന്നുള്ളത്. നമുക്ക് ചെവിയിലൂടെ വരാൻ സാധ്യതയുണ്ടോ? ചെവിയിലൂടെ ഡോക്ടർ, പ്രേക്ഷകൻ ചോദിച്ചത് ചെവിയിലൂടെ വരാൻ സാധ്യതയുണ്ടോ എന്നാണ്. ഓക്കെ, അത് ഞാൻ കേട്ടില്ല കേട്ടോ. ചെവിയിലൂടെ വരാൻ സാധ്യതയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചില ടൈപ്പിലുള്ളത് ചിലപ്പോൾ ശ്വാസകോശത്തിലൂടെയും അതുപോലെ തന്നെ ചില മുറിവുകളിലൂടെയും കയറുന്ന തരം അമീബകളും ഉണ്ട്. പക്ഷെ കൂടുതലും മൂക്കിനകത്തൂടെയാണ് കയറുന്നത്. ചെവിയുടെ കാര്യം ഞാൻ കേട്ടില്ല ചോദിച്ചത്. ചെവിയിലെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അത്തരം ചില അമീബകൾ കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ടതില്ല. ചെവിയിൽ കൂടി സാധാരണ അങ്ങനെ കയറൊന്നുമില്ല. നമ്മൾ കയറുന്നത് മുറിവുകളിലും പിന്നെ ശ്വാസകോശത്തിലും ഒക്കെ ഇത്തരം ഈ അമീബയുടെ സിസ്റ്റുകൾ, ഇങ്ങനെ അമീബ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊരു സിസ്റ്റ് പോലെ, ഒരു കൂട് പോലെ ഉണ്ടാക്കി അതിനകത്ത് കഴിയുന്നതാണ്. അപ്പൊ അതൊക്കെ അപൂർവമായിട്ടാണ് അങ്ങനെ കയറുന്നത്. സാധാരണ മൂക്കിലൂടെ കയറുമ്പോഴാണ് അത് നേരെ തലച്ചോറിലേക്ക് എത്തുന്നത്. ഡോക്ടർ, തിരികെ എത്തുമ്പോൾ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. തിരുവല്ലയിൽ നിന്ന് ഷാജിയാണ്. ഷാജി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഈ കിണറുകൾ ക്ലോറിനൈസ് ചെയ്യണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? മാസം ഒരു പ്രാവശ്യം ചെയ്യണോ? അത് ക്ലോറിനൈസ് ചെയ്യുന്നതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ? ശരിക്കും ക്ലിയർ ആയില്ല, ഒന്ന് പറയോ ഡോക്ടർ? കിണറുകളും ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അത് നമ്മുടെ പിന്നെ
ക്ലോറിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരതിനെ സഹായിക്കും. ഇപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒരു അളവെടുക്കണം. കിണറിൽ എത്ര വെള്ളമുണ്ട് എന്നുള്ളത് നമ്മൾ ഏകദേശം കണക്കാക്കണം. അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്, തൊടികൾ എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് ഇപ്പൊ നമ്മളൊരു നേരത്തെയൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തീപ്പെട്ടി, ഒരു തൊടിക്ക് ഒരു തീപ്പെട്ടിയിൽ ബ്ലീച്ചിങ് പൗഡർ, അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ട് അതൊരു കുഴമ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊരു കുഴമ്പ് പോലെ ആക്കിയിട്ട് പിന്നെ അത് നമ്മൾ ബക്കറ്റിൽ നിറച്ച് വെക്കുക. എന്നിട്ട് അതിന്റെ പൊടി ഇങ്ങനെ അടിയുമല്ലോ, അതിന്റെ ആ പൗഡർ ഇങ്ങനെ അടിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ തെളിഞ്ഞ വെള്ളം വേറൊരു ബക്കറ്റിലേക്ക് എടുത്തിട്ട് അത് കിണറിൽ വേറൊരു തൊട്ടിയിൽ വെള്ളം അങ്ങനെ താഴ്ത്തി പിന്നെ അത് നല്ലപോലെ മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഈ ബക്കറ്റ് ഇങ്ങനെ ഒലയ്ക്കുമ്പോൾ അത് മുഴുവനും ആ വെള്ളത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുമല്ലോ. അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കുറച്ച് ഒരു ദിവസം അത് ഒന്നും അനക്കാതെ വെച്ചേക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കോരിയെടുക്കാം. പിന്നെ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെന്ററുകളുണ്ടല്ലോ, ഹെൽത്ത് സെന്ററുകളിൽ നിന്ന് അതിനുള്ള സഹായം കിട്ടും. പിന്നെ ഇപ്പോൾ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് ആണെങ്കിലും അത് പഞ്ചായത്തുകൾ വഴി, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ വഴി ഇത് നടപ്പാക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. ഇപ്പം ജലമാണ് ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പരിപാടി ഉണ്ടല്ലോ, അത് ഇത് കൂടെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ അതിനുള്ള സഹായം ഹെൽത്ത് സെന്ററിൽ ചോദിച്ചാൽ ചെയ്തു തരും. അതിപ്പോ എല്ലാവരും നമ്മൾ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ സാധാരണ ഈ അമീബ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കുറെ പേർക്ക് ഒരുമിച്ച് ഈ അസുഖം വന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ 1-2 സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെ പോയിട്ട് ഈ രോഗങ്ങളുള്ള ലക്ഷണങ്ങളുള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കും. ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളവും എടുത്ത് പരിശോധിക്കും. പിന്നെ അതിനെന്തായാലും ഊർജിതമായിട്ട് അവിടെ ക്ലോറിനേഷൻ പരിപാടികൾ നടത്തിയിരിക്കും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സാധാരണ ഉള്ള ക്ലോറിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അത് ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടു കൂടി ഇങ്ങനെ അമീബ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് കൂടുതൽ ക്ലോറിൻ അതിൽ ഉണ്ടാകത്തക്ക തരത്തിൽ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഹെൽത്ത് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, മറ്റു മസ്തിഷ്ക ജ്വരങ്ങളിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കും? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ കുറച്ച് പ്രയാസവുമാണത്. നമ്മളിപ്പോ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, വേർതിരിച്ചറിയാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പെട്ടെന്ന് തന്നെ ഇത് സീരിയസ് ആയിട്ട് വരുന്നതാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ചികിത്സ അങ്ങ് തുടങ്ങും, പിന്നെ കാത്തു നിൽക്കാതെ തന്നെ തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലൂയിഡ് എടുത്തിട്ട്, തലച്ചോറിന്റെ പുറമേയുള്ള ഫ്ലൂയിഡ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ഈ അമീബയെ കാണാൻ പറ്റും. അമീബയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതാണെന്ന് ഉറപ്പിക്കാം. പക്ഷെ അമീബയെ കണ്ടില്ലെങ്കിലും ഈ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഓരോ രോഗിയുടെയും സാഹചര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചികിത്സ തുടങ്ങും എന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരാൾ കുളിച്ചില്ല, ഇങ്ങനെ കുളത്തിലൊന്നും പോയി കുളിച്ചില്ല, ഇങ്ങനെ മൂക്കിലൊന്നും വെള്ളം കയറിയില്ല എന്ന് പറഞ്ഞാലും, അതാണ് നമ്മുടെ പ്രോട്ടോകോൾ, എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മറ്റ് ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ചികിത്സ തുടങ്ങും. പക്ഷെ കണ്ടുപിടിക്കാൻ കുറച്ച് ഇത് തന്നെ ആണോ എന്നറിയാൻ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. PCR ടെസ്റ്റ് ഒക്കെ ചെയ്താൽ അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇത് പോസിറ്റീവ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചികിത്സ വെച്ച് താമസിപ്പിക്കുകയും ഇല്ല. ലക്ഷണങ്ങൾ അത് ഓരോ പേഷ്യന്റിന്റെയും സാഹചര്യങ്ങൾ ഇതെല്ലാം നോക്കി, ലക്ഷണങ്ങളും എല്ലാം നോക്കി ഇട്ട് ചികിത്സ പെട്ടെന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ പതുക്കെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വരുമ്പോൾ മിക്കവാറും നമുക്കറിയാൻ പറ്റും. ചില സമയത്ത് അറിയാതെയും പോകാം. പിന്നെ വേറൊന്ന് പ്രധാനമായിട്ടുള്ളത്, നമ്മൾ മറ്റു തലച്ചോറിൽ വരുന്ന അസുഖങ്ങൾ, ബാക്ടീരിയ കൊണ്ടുള്ള ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള മരുന്നുകൾ കൊണ്ട് തന്നെ ഇതിന്റെ ചില അക്കാന്തമീബ പോലെയുള്ള അമീബിക് മെനിഞ്ചൈറ്റിസ് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ ചികിത്സിച്ച് കുറെ പേരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ മറ്റ് മെനിഞ്ചൈറ്റിസ് അതിന്റെ ചികിത്സ ആണെങ്കിൽ പോലും ഇതിൽ ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടും. ഇതിൽ സാധാരണ 3-4 മരുന്നുകൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. 3-4 മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കും.
അപ്പോൾ അത് അങ്ങനെ തന്നെ സുഖമാകുന്നുണ്ട്. പിന്നെ നമ്മളിത് തിരിച്ചറിയുന്നത് വരെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്നാലും നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് തിരിച്ചറിയാൻ നോക്കുന്നു. ശരി ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കായംകുളത്ത് നിന്ന് സോമനാണ്. സോമൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, പ്രേക്ഷകൻ ഒരു ഡയബറ്റീസ് പേഷ്യന്റ് ആണ്. അപ്പോൾ കുളിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ചോദിച്ചത്. ഓക്കെ, എനിക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഡയബറ്റീസ് പേഷ്യൻസ് നമ്മൾ പൊതുവെ എടുക്കേണ്ട ശ്രദ്ധകളൊക്കെ തന്നെ എടുത്താൽ മതി. മുറിവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് അത് ഉണക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില അമീബകൾ അങ്ങനെ മുറിവിലൂടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര സാധാരണമല്ല. നമ്മൾ അങ്ങനെ ഒരുപാട് ഭയപ്പെടേണ്ട കാര്യം വരുന്നില്ല, സാധാരണമല്ല. എങ്കിൽ പോലും ഡയബറ്റീസ് ഉള്ളവർക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുറിവിൻ്റെയാണ്. മുറിവ് ഉണക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഷുഗർ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഷുഗറിന്റെ മരുന്നിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് നോക്കണം. അതല്ലാതെ കുളിക്കുമ്പോൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് മൂക്കിനകത്ത് വെള്ളം കയറാൻ നോക്കുക, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. പിന്നെ ഏത് രോഗങ്ങളും എളുപ്പം ബാധിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ്. ഞാനും ഡയബറ്റീസ് ഉള്ള ആളാണ്. അപ്പോൾ എല്ലാ രോഗങ്ങളും നമ്മളെ ഡയബറ്റീസ് ഉള്ളവരെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏത് അസുഖവും വരാതിരിക്കാനുള്ള കൂടുതൽ ശ്രദ്ധ നമ്മൾ എടുക്കണം. അതൊന്ന് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കഴിയുന്നത്ര നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് കുറച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഓരോ അസുഖങ്ങൾ, ഇപ്പൊ കോവിഡ് വരുമ്പോൾ നമ്മൾ കൂടുതൽ മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ നടക്കണമെന്ന് പറയുമല്ലോ. അതുപോലെ ഇതിന്റെ കാര്യത്തിലാണെങ്കിൽ മൂക്കിൽ വെള്ളം കയറാതെ നോക്കുക എന്നുള്ളതാണ്. മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ചുള്ളത്. അതല്ലാതെ നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, സംസ്ഥാന സർക്കാർ തലത്തിൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് വ്യക്തമാക്കാമോ? ഒരുപാട് കാര്യങ്ങൾ. ആദ്യം ചികിത്സയെന്ന് തന്നെ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് ആളുകൾ ആശുപത്രിയിൽ എത്തുകയും മരുന്ന് എടുക്കുകയും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ബോധവൽക്കരണം എന്ന് പറയുന്നതിന് ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ ലാബറട്ടറികൾ വളരെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനുള്ള ടെസ്റ്റുകൾ ചെയ്യാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഇപ്പൊ നമ്മുടെ ലാബുകളിലുണ്ട്. പിന്നെ ചികിത്സയ്ക്കുള്ള മരുന്നുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം സർവേലൻസ് എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു നല്ല നിരീക്ഷണ സംവിധാനമുണ്ട്. ഇതിന് മാത്രമല്ല, ഏത് ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ വന്നാലും എല്ലാ ദിവസവും എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നും കഴിയുന്നത് പ്രൈവറ്റിൽ നിന്നും ശേഖരിക്കും. എല്ലാ ഡേറ്റയും എടുത്തിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ പുതിയ രോഗങ്ങൾ ഓരോ ദിവസവും എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളുള്ള പനിയും തലവേദനയും ഇങ്ങനെയുള്ള കേസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അത് അലർട്ട് ആവുകയും അടുത്തുള്ള പ്രദേശങ്ങളിൽ അവിടെ വേറെ ഇതുപോലെയുള്ള രോഗങ്ങളുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഇതുപോലെ കുറെ പേർക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഉടൻ തന്നെ അവിടെ പോയി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ വെള്ളം ശേഖരിച്ച് പരിശോധിക്കുകയും അതുപോലെ അതിനു വേണ്ടുന്ന ക്ലോറിനേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യും. അതാണ് സർവേലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞല്ലോ, ഈ പഞ്ചായത്തുകൾ വഴിയൊക്കെ തന്നെ എല്ലാ നമ്മുടെ ജലാശയങ്ങളും കഴിയുന്നത്ര ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി, ജലമാണ് ജീവൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കി ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്ന വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ് ഏകാരോഗ്യം എന്ന് പറഞ്ഞ് ഒരു സമീപനം ഉണ്ടല്ലോ. അപ്പം ഈ പല രോഗങ്ങളും നമ്മൾ പലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പൊ ഈ അമീബ തന്നെ നേരത്തേക്കാൾ കൂടുതൽ വെള്ളത്തിന് ചൂട് ഇപ്പൊ ഉള്ളത് കൊണ്ടാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നത് എന്നൊരു തിയറിയും കൂടി ഉണ്ട്. അപ്പം ക്ലൈമറ്റ് ചേഞ്ച്, ഇതിന്റെ ഒരു അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതിനൊരു ഘടകമാണ്. അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള ബന്ധം, അപ്പൊ അതും പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ ഇത്തരം അമീബകളെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന ജീവികളുണ്ട്. അതൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് നശിച്ചു. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ചേർന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ AK ജയശ്രീയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.